നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കീശയിൽ കാശ് വീർപ്പിക്കാൻ ഏത് പദ്ധതിയുണ്ട് എന്ന് മഷിയിട്ട് നോക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി ഒരു വർഷം കൂടിയേ അധികാരത്തിലുള്ളൂ. ഇനി ഒരു മൂന്നാം അവസരം കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല. അത് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. കാരണം ജനങ്ങൾ അത്രത്തോളം വെറുത്തിട്ടുണ്ട് പിണറായി കൂട്ടരെ. അതുകൊണ്ട് ബാക്കിയുള്ള ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അടിച്ചു മാറ്റണം. ഇത് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴുള്ള ലക്ഷ്യം. അതിന് ഏത് പദ്ധതി ഉണ്ട് എന്ന് തുറപ്പിച്ചു നോക്കിയിരിക്കുമ്പോഴാണ് ഒരു പദ്ധതി തടഞ്ഞത്, കേട്ടോൾ. എന്നാൽ ഈ പദ്ധതിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടും ഭയമുള്ളതുകൊണ്ടും ധനമന്ത്രി ബാലഗോപാൽ പദവി ഇട്ടെറിഞ്ഞോടാനുള്ള വ്യഗ്രതയിലാണ്. ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളെങ്കിലും ധനകാര്യ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് ജനങ്ങൾ കേറി വളയുന്നത് ബാലഗോപാലിനെയാണ്. ഇപ്പോൾ തന്നെ ബാലഗോപാലിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ധനമന്ത്രി ബാലഗോപാൽ എവിടേക്കിറങ്ങിയാലും ജനങ്ങൾ വളയുന്ന അവസ്ഥയാണ് ഉള്ളത്. കാരണം പൂച്ച പെറ്റ് കിടക്കാൻ മാത്രം ഉള്ളൊരു ഖജനാവാണ് ഇപ്പോൾ കേരളത്തിന് ഉള്ളത്. ഈ ഗതിയിലേക്ക് കൊണ്ടെത്തിച്ചത് പിണറായി ആണെങ്കിലും എല്ലാ താളത്തിനും തുള്ളിക്കൊടുത്ത ധനമന്ത്രിക്ക് ചെണ്ടയുടെ അവസ്ഥയാണ്. കാരണം വരുന്നവരും പോകുന്നവരും എല്ലാം എടുത്തിട്ട് കൊട്ടുകയാണ്. ധനമന്ത്രിക്ക് ഇപ്പോൾ മന്ത്രി കസേര ഒരു മുൾക്കിരീടമായി മാറിയിരിക്കുകയാണ്. ഒരു വർഷമേ ബാക്കിയുള്ളെങ്കിലും ആ ഒരു വർഷം പോയിട്ട് ഒരു മിനിറ്റ് പോലും മന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. കാരണം കനലിന് മുകളിൽ കയറിയിരിക്കുന്ന അവസ്ഥയിലാണ് ബാലഗോപാൽ. എങ്ങനെയെങ്കിലും പിണറായി വിജയൻ അടുത്ത കേട്ടോൾ ഉഡായിപ്പുമായി വരുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇപ്പോൾ ധനമന്ത്രി. എന്നാൽ അങ്ങനെയൊന്നും ബാലഗോപാലിനെ രക്ഷപ്പെടാൻ പിണറായി അനുവദിക്കുകയും ഇല്ല. അങ്ങനെ ബ്രൂവർക്ക് ശേഷം പിണറായി വിജയന്റെ അടുത്ത ഉഡായിപ്പാണ് ദേശീയ പാതകളിലേതുപോലെ കിഫ്ബി റോഡുകളിലും ടോൾ പിരിക്കാനുള്ള നീക്കം. ഇതിപ്പോൾ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലായാൽ ജനങ്ങൾക്ക് വാഹനവുമായി പുറത്തിറങ്ങണമെങ്കിൽ ടോള് കൊടുക്കേണ്ട ഗതികേട് വരും. ഈ നയത്തെ CPI ഇപ്പോൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. CPIയെ മറികടന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ പിണറായിക്ക് അത്ര എളുപ്പവുമല്ല. പിണറായി വിജയന്റെ അടുത്ത കേട്ടോൾ ഉഡായിപ്പ് CPMനാകെ തലവേദനയായി മാറിയിരിക്കുകയാണ്. കാരണം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ CPMനെ തിരിഞ്ഞുകൊത്തുന്ന വിഷയങ്ങളാണ്. ടോൾ പിരിവ് ഇടത് നയത്തിന് വിരുദ്ധം എന്നതാണ് CPI ഉയർത്തുന്ന വാദം. ദേശീയപാതകളിലെ ടോൾ പിരിവിനെ അതിരൂക്ഷമായി വിമർശിച്ച പാർട്ടിയാണ് CPM. മഹാരാഷ്ട്രയിലും മറ്റും ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിൽ ടോളുമായി മുൻപോട്ടു പോകുന്നത് വലിയ വിവാദത്തിന് വഴിവെക്കും. 50 കോടിയിലേറെ മുതൽ മുടക്കി നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സാധ്യതാ പഠനം നടത്തുകയാണ് ഇപ്പോൾ കിഫ്ബി. വരുമാന മാർഗമുണ്ടാക്കാനുള്ള നടപടികളുമായി മുൻപോട്ടു പോകാനാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള ഉന്നതതല യോഗത്തിന്റെ അനുമതി. കിഫ്ബിയെ മുൻനിർത്തി ഇപ്പോൾ തന്നെ പലതും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ സർക്കാർ. ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും കിഫ്ബിയെ വെച്ചു നടത്തിയ സകലമാന തട്ടിപ്പിന്റെയും വിവരങ്ങൾ പുറത്തുവരുന്നത്. പിണറായി വിജയൻ ആലോചിക്കുന്നത് കിഫ്ബി വഴി 50 കോടിക്ക് മുകളിൽ ചെലവ് വരുന്ന പദ്ധതികൾക്ക് യൂസർ ഫീ എന്ന പേരിൽ ടോൾ പിരിക്കാനാണ്. കേന്ദ്രത്തിന് ടോൾ പിരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ എന്ന ചോദ്യമാണ് പിണറായി ഉയർത്തുന്നത്. ദേശീയപാതകളിൽ കേന്ദ്ര സർക്കാർ ടോൾ പിരിക്കുന്നുണ്ട്. അത് 500ഉം 1000ഉം 2000 കോടിയും ചെലവ് വരുന്ന പദ്ധതികൾക്കാണ്. കേരളത്തിലെ മിക്കവാറും റോഡുകൾക്ക് 50 കോടിയിലധികം ചെലവിട്ട് നിർമ്മിച്ചവയാണ്. മിക്ക PWD റോഡുകളും ഈ ഗണത്തിലാണ്. തദ്ദേശ സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ഇടറോഡുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പരിധിയിൽ വരും. അതായത് പുറത്തിറങ്ങണമെങ്കിൽ ടോള് കൊടുക്കേണ്ട ഗതികേട് കേരളത്തിനുണ്ടാകും. ഇത് അമ്മായിയപ്പന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ അതോ മരുമകന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കുമ്പോഴും G സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്തും ഈ ടോൾ പിരിവിനെ എതിർത്തവരാണ്. കിഫ്ബിക്കായി ഇന്ധന സെസ് പിരിക്കുന്നുണ്ട്. കേരളത്തിൽ പെട്രോൾ ഡീസൽ വില ഉയർത്തി നിർത്തുന്നതും ഈ സെസ്സുകളാണ്. ഇതിനൊപ്പമാണ് യൂസർ ഫീ ചർച്ചകളും വന്നിരിക്കുന്നത്. കേട്ടോൾ എന്ന പേരും ഇതിന് സോഷ്യൽ മീഡിയ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ട്രോളി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജനങ്ങൾ. കിഫ്ബി വഴിയാണ് കേരളത്തിലെ റോഡ് വികസനം പ്രധാനമായും നടക്കുന്നത്. സെസ് പിരിച്ച് കിഫ്ബിക്ക് കൊടുക്കും. കിഫ്ബി കടമെടുത്ത് റോഡ് പണിയും. ഈ മോഡലിൽ കിഫ്ബി എടുക്കുന്ന ലോണുകളും സംസ്ഥാനത്തിന്റെ കണക്കിൽ കേന്ദ്രം ഉൾപ്പെടുത്തുന്നു. കിഫ്ബിക്ക് സ്വന്തമായ വരുമാന മാർഗമില്ലാത്തതാണ് ഇതിന് കാരണമായി
പറയുന്നത്. ഇത് മറികടക്കാനാണ് ടോൾ ഏർപ്പെടുത്തുന്നത്. ഇതോടെ കിഫ്ബിക്ക് സ്വന്തമായി വരുമാന മാർഗമെത്തും. കിഫ്ബി സ്വന്തം കാലിൽ നിൽക്കുമത്രേ. ഫലത്തിൽ കേരളത്തിലെ റോഡ് വികസനത്തിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിന്മാറാനുള്ള നീക്കമാണോ നടക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിൽ ദേശീയപാത വികസനത്തിനുള്ള ചർച്ചകൾ തുടങ്ങിയ വേളയിലും ടോൾ പിരിവിനെ CPM എതിർത്തിരുന്നതാണ്. ഇതിനെല്ലാം പുറമെ ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരൻ സംസ്ഥാന പാതകളിൽ ടോൾ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. ഇങ്ങനെ ഏറെക്കാലമായി CPM പിന്തുടരുന്ന നയത്തിലാണ് ഇപ്പോഴത്തെ പൊളിച്ചെഴുത്ത്. അല്ലെങ്കിലും പിണറായി വന്നതോടെ പലതിലും പല പൊളിച്ചെഴുത്തുകളും വന്നിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ പലതും പൊളിച്ചെഴുതേണ്ടി വരുമല്ലോ എന്നാണ് ഇപ്പോൾ കൂട്ടത്തിൽ നിന്ന് CPMകാർ തന്നെ ട്രോളി തുടങ്ങിയത്. 2019 ജൂൺ 14 നിയമസഭയിൽ കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് വരുമാനം ലഭ്യമാക്കാൻ യൂസർ ഫീയോ ടോളോ പിരിക്കുന്ന കാര്യം ആലോചനയിലുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ മറുപടി. ടോൾ പിരിവ് ഉൾപ്പെടെയുള്ള വരുമാന മാർഗങ്ങളാവാമെന്ന് കിഫ്ബി നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും CPMന്റെ പ്രഖ്യാപിത നയമനുസരിച്ചായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കിന്റെയും ഈ മറുപടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ടോൾ പിരിവിനെതിരെ നിലപാട് വ്യക്തമാക്കി CPM പൊളിറ്റ് ബ്യൂറോ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ റോഡ് ടോൾ ടാക്സ് 5% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചെന്നും ജനങ്ങളുടെ യാത്രാ ചെലവിന് പുറമെ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടുമെന്നും വിമർശിച്ചു. 2024 ജൂൺ 3 ഈ പ്രസ്താവനയുണ്ടായത്. ഈ നിലപാടുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ടോൾ നീക്കം. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുന്നതിനെക്കുറിച്ച് LDFൽ ആലോചന നടന്നിട്ടുണ്ടെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നു. അതേസമയം ഇക്കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ധനമന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ വൻകിട പദ്ധതികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള സംവിധാനം സംസ്ഥാനം ഉപയോഗിക്കേണ്ടി വരുമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ടോൾ പിരിവിന്റെ കാര്യം മന്ത്രിസഭയിൽ വരട്ടെയെന്നും അപ്പോൾ ആലോചിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വികസനത്തിനായി കടം വാങ്ങി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് കിഫ്ബി എന്നും അതിന്റെ ഭാഗമായി എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്നത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. ടോൾ പിരിവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപോട്ട് പോകുമ്പോൾ ധനമന്ത്രി ഇവിടെ വായും പൊളിച്ചിരിക്കുകയാണ്. ഞാൻ അറിയാതെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന്. അല്ലെങ്കിലും പിണറായിയുടെ കാലത്ത് നടക്കുന്നതൊന്നും മറ്റ് വകുപ്പ് മന്ത്രിമാർ അറിയുന്നില്ല. എല്ലാം പിണറായി വിജയൻ അങ്ങ് നടപ്പിലാക്കുകയാണ്. എന്തൊക്കെ തരത്തിൽ റവന്യൂ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള പരിശോധന നടക്കുന്നു എന്നാണ് പറഞ്ഞത്. കിഫ്ബിക്ക് റവന്യൂ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനം വേണമെന്നുണ്ട്. നമ്മൾ പണിയുന്നതെല്ലാം സൗജന്യമായി കൊടുക്കാനാവില്ല. വലിയ പലിശക്കെടുക്കുന്ന വായ്പയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എവിടെ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കാനാകും എന്ന് പരിശോധിക്കേണ്ടി വരുമെന്നും ധനമന്ത്രി വിശദീകരിച്ചു. എന്നാൽ മന്ത്രിസഭയിൽ ഒരു വിഭാഗം അറിയുകയും മറ്റൊരു വിഭാഗം ഇതിനെക്കുറിച്ച് ഒരു വിവരവും അറിഞ്ഞിട്ടും ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് പിണറായിയുടെയും മരുമകന്റെയും താളത്തിനൊത്ത് തുള്ളി ഈ പദ്ധതി നടപ്പിലാക്കാൻ അത്ര എളുപ്പമല്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. എന്തായാലും പിണറായി വിജയന് കാശടിച്ചു മാറ്റാനുള്ള പല വഴികൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ഏതെല്ലാം വഴിക്കൂടെ കൊണ്ടുവരാം എന്ന് കുടുംബത്തോടെ ഇരുന്ന് ആലോചിക്കുകയാണ് പിണറായി വിജയനും മകനും മരുമകളും എല്ലാവരും ചേർന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.